നിങ്ങളായാലും ഭിത്തിയിലിരിക്കുന്ന പായലിൽ നിന്ന് പറിച്ചിട്ട് ഈ കൊളുത്ത് വലിച്ച് കളിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ മതിലിന്റെ ഭിത്തിയിൽ പായൽ വരുമല്ലോ, ആ ഭിത്തിയിൽ ഒരു ചെറിയൊരു നൂല് പോലത്തെ ഒരു സാധനം, അതിന്റെ തറ്റത്തൊരു ചെറിയ തലയുള്ളത് വെച്ചിട്ട് ഇങ്ങനെ കൊളുത്തിട്ട് വലിച്ചിട്ട് ആരാ ജയിക്കുന്നുള്ള കളി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് വലിക്കുന്ന കളി തിരുവനന്തപുരത്ത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നിലത്ത് പടർന്നു നടക്കുന്ന ഒരു വള്ളിച്ചെടി, ഈ വള്ളിച്ചെടിയിൽ ചെറിയ ഗോതമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതെടുത്തിട്ട് ഒന്ന് തുപ്പല് തൊട്ടിട്ട് ഇങ്ങനെ 30 സെക്കൻഡ് പൊട്ടിത്തെറിക്കും. പ്ലക്ക് എന്ന് പറയൊന്നുമില്ല, പൊട്ടിത്തെറിക്കും. അല്ല പൊട്ടു സൗണ്ട് ഉണ്ട്, പ്ലക്കെന്ന് ഇല്ല, കേൾക്കൊന്നുമില്ല. അത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? തുപ്പിയിട്ടാലും പൊട്ടും. ബോൾസം എന്ന് പറഞ്ഞ ചെടിയുടെ കുരു പൊട്ടിച്ചിട്ടുണ്ടോ? പൊട്ടിത്തെറിക്കും. ഈരുക എന്ന് പറഞ്ഞൊരു കാ നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? അതിന്റെ അകത്തുനിന്ന് പേൻ ഇറങ്ങി വരും. അതിനകത്തുനിന്ന് പേനല്ല, പേനെ പൊട്ടിക്കുന്നില്ല, ആ കുരു വെച്ച് പൊട്ടിച്ച ടപ്പെന്ന് ഒരു ഒച്ച കേൾക്കും. ഒരു പൂച്ചെടിയിൽ അത് വെള്ള കളറിലൊരു വെള്ള കളറുള്ള പൂ, അതിനകത്ത് ഈരുക എന്ന് പറയും. പിന്നെ നമ്മള് പിഷു ഈ ചെടിയുടെ ഒരു എന്താണ് അതിന് പേര് വിട്ടുപോയി, അതേതറിയോ? അയ്യോ, അത് തലമുടിയിൽ എറിഞ്ഞാ 3 ദിവസം ഇരുന്ന് തലേന്ന് പറിക്കുക. ഒരു സാധനം. ഞാനൊക്കെ എന്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെണ്ണുങ്ങൾ വൈകുന്നേരം പോയി 7 മണി വരെ ഇതായിരുന്നു പണ്ട് പരിപാടി. ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് ഇത് ഉണ്ടക്കണിന് പഠിച്ചിട്ട് സ്കൂൾ പുറകെ എറിഞ്ഞാൽ ഇത് വിടും. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ആ പുല്ല് കാണാനില്ല. സ്നേഹപ്പുല്ല് എന്ന് പറയുന്ന ഒരു പുല്ലുണ്ട്. അത് പാന്റെ കുത്തി കയറിയ ഉച്ചവരെ ഓണപ്പുല്ലോ, അത് പാന്റെ മുഴുവൻ കുത്തി കയറിയിരുന്ന പിന്നെ ഒരു ദിവസത്തേക്ക്. ശരി, നിങ്ങൾ വാഴക്കൊമ്പ് ഇത് തേൻ കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ മാങ്ങ തിന്നു കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകേണ്ടത് വെച്ചിട്ട് ചിരിച്ച് അടിച്ചു വിട്ടിട്ടുണ്ടോ? എങ്ങോട്ടാ പോണ്ടല്ലേ വിളിക്കും, പിഷു വണ്ടിക്ക് കൂട്ടുവോ, ഈ മദ്യവേനലവധി കഴിയുമ്പോഴേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊരു മിനിമം ഒരു 5 പിള്ളേർ ഇവിടം പൊള്ളിയിട്ടുണ്ടാവും മാങ്ങയുടെ ചെന കാരണം. അതൊരു 6 മാസം, ഒരു 6 ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ പറിച്ചു കളഞ്ഞാൽ പിന്നെ ഒരു വൈറ്റ് സാധനം ഇരിക്കും ഒരാഴ്ച, അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. പിന്നെ കശുവണ്ടി തോടോട് കൂടിയിട്ട് അടുപ്പിലിടും, അതിനകത്തുനിന്നൊരു സാധനം ചീറ്റും. അത് നല്ല ഗ്യാസ് വെൽഡിങ് പോലെ പറഞ്ഞിട്ട് നല്ല എത്ര ചെടികൾ കുരുകളോ ഫീൽഡ് ഔട്ട് ആയെന്ന് ഇപ്പൊ പറഞ്ഞപ്പോ ആലോചിക്കുന്നു. ഇതൊന്നും കാണാനേ ഇല്ല. ശരി, നിങ്ങൾ റബ്ബറിന്റെ കാ പൊട്ടിയ ശേഷം റബ്ബറിന്റെ കായുടെ കവർ ഉണ്ടല്ലോ, റബ്ബർ കാ കിട്ടുന്ന കവർ, ആ കവർ 2 റിവേഴ്സും തിരിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടിട്ട് അതേ ഇങ്ങനെ പിടിച്ചിട്ട് ഊതിയാൽ ഇത് കയ്യെ കിടന്ന് കറങ്ങും. ഇനി നിങ്ങൾ പഴയ മറ്റേ ഉജാല കുപ്പിക്കകത്ത് ഹവായി ചെരുപ്പ് വട്ടിട്ട് കമ്പയിലിട്ട് കുത്തിയിട്ട് കപ്പ തല്ലിക്കൊണ്ട് നടന്നിട്ടുണ്ടോ? പിന്നെ വേറെ സംഭവം ഉണ്ട്, റബ്ബർക്കൊരു അതിന്റെ അകം കിഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈർക്കിൽ വെച്ച് അതിന്റെ മേളിലൊരു എന്താണ് പറയാ ഒരു ഫാൻ പോലെ ഉണ്ടാക്കിയിട്ട് ഈ നൂലിട്ട് ഇങ്ങനെ വലിക്കും. അപ്പൊ ഇത് ഭയങ്കര സ്പീഡിൽ കറങ്ങും. പിന്നെ ആ റബ്ബർ കുരു ഉരച്ചിട്ട് മുതുകിലൊക്കെ വെച്ചു കൊടുക്കണേ പൊള്ളി നടന്നു. നിങ്ങളുടെ വീടിന്റെ തറയിൽ ചെറുതേനീച്ചയുടെ കൂടുണ്ടോ? വീടിന്റെ തറയിലോ? അല്ലാണ്ട് വീടിന്റെ ബെഡ്റൂമിൽ ചെറുതേനീച്ച ഒന്ന് കൂട് വെക്കുവോ? വീടിന്റെ തറ കിട്ടൂലേ? വീടിന്റെ തറ കിട്ടൂലേ? അതിലെ കല്ലിനിടയിൽ മിനിമം 2 ചെറുതേനീച്ച 3 സ്ഥലത്താ കൂട് വെക്കുന്നത്.